ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി തട്ട് തകർപ്പൻ പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി പ്രൊമോ വീഡിയോ ആണ്, പറയാതെ വയ്യ. എന്തായാലും പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. എന്താണ് നമ്മുടെ പ്രൊമോ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മുടെ മാനേജർ ഫസ്റ്റ് കാണിക്കുന്നത് അതാണ്. മാനേജർ നമ്മുടെ ശ്രുതിയുടെ വീട്ടിൻ്റെ പരിസരത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ മടങ്ങുന്നതാണ് ആദ്യമേ കാണിക്കുന്നത്. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചന്ദ്രമതി വേദനയെടുത്ത് പൊളയാണ്, കാലിന് വേദനയെടുത്ത് ഒരു രക്ഷയില്ല, പുള്ളിക്കാരി കിടന്ന് നിലവിളിക്കുകയാണ്. അവസാനം നമ്മുടെ രേവതി ചെന്നിട്ട് നമ്മുടെ അച്ചമ്മയോട് പറയണം, അച്ചമ്മേ, അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊരു കരച്ചിലാ അമ്മ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്ത് വേണേലും ഞാൻ ചെയ്യാം എന്നിങ്ങനെ പറയണം. അപ്പം അച്ചമ്മ പറയുകയാണ്, മോളെ പച്ചിലേക്ക് വെച്ചിട്ട് ഒരു കഷായം ഉണ്ടാക്കി കൊടുത്താൽ വേദനയ്ക്ക് ശമനം കിട്ടും. അച്ചമ്മ എനിക്ക് പറഞ്ഞു തന്നാൽ മതി, ഞാനത് ചെയ്ത് കൊടുക്കാം. അമ്മ ഇങ്ങനെ കരയുന്നത് എത്രയെന്ന് പറഞ്ഞാൽ കാണുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ആ സമയത്ത് സച്ചി പറയണം, സച്ചിക്ക് അത് പിടിക്കുന്നില്ല, ഒട്ടും പിടിക്കുന്നില്ല. കാരണം അമ്മാതിരിയാണല്ലോ ചന്ദ്രയുടെ സ്വഭാവം. അങ്ങനെ നമ്മുടെ അച്ചമ്മ കഷായത്തിൻ്റെ കൂട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി കഷായമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ചന്ദ്രമതിക്ക് കഷായം കൊടുക്കാനായിട്ട് ചെല്ലുകയാണ്. ചന്ദ്രമതി കാല് വേദന എടുത്ത് പൊളയുന്നുണ്ടെങ്കിലും കഷായം കാണുമ്പോൾ ചന്ദ്രമതി പിൻവലിയാണ്. ചന്ദ്രമതി പറയുകയാണ്, എനിക്ക് വേണ്ട കഷായം, ഇത് എനിക്ക് കുടിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, എല്ലാവരും കൂടി ചേർന്ന് ബലം പിടിച്ച് വെച്ചിരിക്കുകയാണ് ചന്ദ്രമതി. നമ്മുടെ സച്ചി ആണെങ്കിലുണ്ടല്ലോ, കയ്യിൽ ഇങ്ങനെ ഞെവിടി കൂട്ടി ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. ചന്ദ്രമതി ഇങ്ങനെ ഞെവിടി കൂട്ടി പിടിച്ച് വെച്ചിരിക്കുകയാണ് കഷായം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ പിടിച്ച് വെക്കുമ്പോൾ നമ്മുടെ രേവതി വായിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി കഷായം കുടിക്കുന്നതാണ് കാണിച്ചത്. അതേസമയത്ത് നമ്മുടെ മാനേജർ ഉണ്ടല്ലോ, ശേഖരിച്ച് വെച്ച തെളിവുകളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ ശ്രുതിയെ ഫോൺ വിളിക്കുകയാണ്. ശ്രുതിയെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ സംസാരിക്കുന്നത്, എന്നെ മറന്നുപോയോ, നീ കല്യാണിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. കല്യാണിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, ഇപ്പോൾ മനസ്സിലായില്ലേ, എനിക്ക് നിന്നെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നിന്നെപ്പറ്റി അറിയാം. അപ്പോൾ എന്താണ് അടുത്ത പരിപാടി, നിൻ്റെ ഈ കല്യാണം നടക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്ന സ്ഥലത്ത് നീ വരണം. എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യമൊക്കെ എന്താണെന്നുള്ള കാര്യം നിനക്കറിയാലോ. അപ്പോൾ അത് സാധിച്ചു തരികയാണെങ്കിൽ നിൻ്റെ വിവാഹം നടക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല, ഞാൻ പറയുന്നിടത്ത് വരണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ വരാം എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. അതായിരുന്നു ഇന്നത്തെ പ്രൊമോ വീഡിയോ എന്ന് പറയുന്നത്. പ്രൊമോ വീഡിയോ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ ആണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് നാളെ രാവിലെ തന്നെ ഞാൻ എത്തുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും സബ്സ്ക്രൈബ് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പം തന്നെ അങ്ങ് ചെയ്തോളൂ, പിന്നീട് ആകുമ്പോൾ മറന്നു പോവും. ഇനി എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനലിനെ പറ്റി നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ലിങ്ക് ഇട്ട് കൊടുക്കുക, അല്ലെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്താണെന്ന് വെച്ചാൽ, ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും ഒരു അടിപൊളി പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.